ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. കഴിഞ്ഞ 6 ആഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റിയിൽ ഈ ആഴ്ചയുടെ തുടക്കം വളരെ പോസിറ്റീവായിട്ട് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 24,300 24,500 ലെവലുകളിൽ വളരെ റിന്യൂഡ് ആയിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള ബൈങ് നടക്കുന്നതായിട്ടാണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മാർക്കറ്റ് മെല്ലെ മെല്ലെ ആ താരിഫ് ന്യൂസുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അത് ഒരു ന്യൂ നോർമലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് ഓൾറെഡി ഇൻവെസ്റ്റേഴ്സ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലൂടെ ഇന്ന് തുടങ്ങിയ നിഫ്റ്റിയിൽ വമ്പിച്ച ഒരു ആശ്വാസ റാലിയാണ് നമ്മൾ കണ്ടത്. കാരണം 24,371 ഓപ്പൺ ചെയ്ത നിഫ്റ്റി 24,347 എന്ന ഒരു ലോ ആയിരുന്നു ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു 24,347 നിന്ന് 24,600 എന്ന ഹൈയിലേക്കും നിഫ്റ്റി പോയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ 250 പോയിന്റിന്റെ ഒരു ഇൻട്രാഡേ റാലിയാണ് ഇന്ന് നടന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് വളരെയധികം വീക്കായിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു റാലി നടന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ സൂചനകൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും നൽകിയതായിട്ട് കാണാം. കാരണം അവർ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കാം നമുക്കിന്ന് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 24,600 എന്നുള്ളത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി കഴിഞ്ഞിട്ടില്ല, അവിടെ ടച്ച് ചെയ്ത് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പോൾ ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ ആ ഒരു റേഞ്ചിൽ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളെല്ലാം അപ്പായിരുന്നു. ഏറ്റവും കൂടുതൽ റാലി നടന്നത് തീർച്ചയായും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ്. നിഫ്റ്റി 100 0.96% അപ്പായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ് 150 0.65% അപ്പായിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 0.45% അപ്പായിരുന്നു. ഇപ്പോൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒഴിച്ചിട്ടുള്ള മറ്റ് മേജർ ഇൻഡെക്സുകളെല്ലാം ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏറ്റവും വലിയ റാലി നടന്നത് PSU ബാങ്ക് ഇൻഡെക്സിലാണെന്ന് കാണാം. 2.2% റാലി അവിടെ നടന്നു. അപ്പോൾ ഇതിനൊരു കാരണമായത് പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ടാണ്. അതിനോടനുബന്ധിച്ച് പല ബ്രോക്കറേജ് ഹൗസുകളും നൽകിയ പോസിറ്റീവ് കമന്ററിയാണ് ഇത്തരമൊരു റാലി PSU ബാങ്കിൽ ഉണ്ടാക്കിയത്. SBIയുടെ റിസൾട്ടിൽ നമ്മൾ കാണാൻ കഴിയും, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 6% ജമ്പ് ഉണ്ടായിരുന്നു. പ്രോഫിറ്റിൽ 9% ജമ്പ് ഉണ്ടായിരുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 8% കൂടുതലുള്ള ഒരു ജമ്പ് പ്രോഫിറ്റിലുണ്ടായി. കൂടാതെ നെറ്റ് NPA 0.47 നിന്ന് സ്റ്റഡിയായി നിന്നതായിട്ട് കാണാം. അപ്പോൾ മറ്റ് പല ബാങ്കുകളുടെയും പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലൊക്കെ ഗ്രോസ് NPAയും നെറ്റ് NPAയും ഒക്കെ വല്ലാതെ ഷൂട്ടപ്പ് ചെയ്ത സമയത്താണ് ഈ രീതിയിലുള്ള ഒരു അസറ്റ് ക്വാളിറ്റി SBI പ്രകടിപ്പിച്ചത്. ഇപ്പോൾ SBIയുടെ സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റ് 19,160 കോടിയാണ്. ഇത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത ഒരു പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ പല ബ്രോക്കറേജ് ഹൗസുകളും ആവറേജ് 950 എന്നുള്ള ഒരു ടാർഗറ്റ് SBIക്ക് നൽകിയതായിട്ട് കാണാം. കൂടാതെ SBIയുടെ ഒരു മാർക്കറ്റ് ഷെയർ അത് മൊത്തത്തിൽ മാർക്കറ്റിനെ അവർ ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം. ഈവൻ ക്രെഡിറ്റ് ഗ്രോത്തിലായാലും ഡെപ്പോസിറ്റ് ഗ്രോത്തിലായാലും അവർ പല ബാങ്കുകളുടെയും ഗ്രോത്തിനെ മറികടന്നുകൊണ്ടുള്ള ഒരു ഗ്രോത്താണ് കാണുന്നത്. കൂടാതെ അസറ്റ് ക്വാളിറ്റിയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഡിറ്റീരിയറേഷൻ ഈ പറയുന്ന SBI ബാങ്കിൻ്റെ അൺസെക്യൂർഡ് ക്രെഡിറ്റുകളിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഇന്ന് PSU ബാങ്കിന് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായത്. അതുപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ള അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയുടെ ഡാറ്റ അത് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ആ ഒരു ഇൻഫ്ലോ 42,702 കോടിയാണ് ഉണ്ടായത്. ഇത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 81% ഒരു അപ്സൈഡ് മൂവാണ്. കാരണം കഴിഞ്ഞ മാസം 23,557 കോടിയുടെ ഇൻഫ്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂവിന് മറ്റൊരു കാരണമായിട്ടുള്ളത് ന്യൂ ഫണ്ട് ഓഫേഴ്സിലൂടെ കളക്ട് ചെയ്ത 30,000 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ്. അപ്പോൾ അതിൽ 8,997 കോടി ഈക്വിറ്റിയിലേക്കും 18,948 കോടി ഡെറ്റ് ഫണ്ടിലേക്കുമാണ് പോയത്. അത് ജിയോ ബ്ലാക്ക് റോക്കിൻ്റെ ആ ഒരു ന്യൂ ഫണ്ട് ഓഫറിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കൂടുതലായിട്ട് ഇപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീമാറ്റിക് ഫണ്ടിലാണെന്ന് കാണാം. 9,426 കോടിയുടെ ഒരു ഫ്ലോ ആണ് അവിടെ ഉള്ളത്. അതുപോലെ ഫ്ലക്സി ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ലൊരു ഇൻഫ്ലോ നമുക്ക് കാണാൻ കഴിയും. മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും താരതമ്യേന സ്മോൾ ക്യാപ്പിനേക്കാളും കുറവായിട്ടാണ് ഇൻഫ്ലോ കാണുന്നത്. എങ്കിലും കഴിഞ്ഞ മാസം അപേക്ഷിച്ചിട്ട് ഈ എല്ലാ കാറ്റഗറികളിലും ഇൻഫ്ലോ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 75 ലക്ഷം കോടിയിലേക്ക് കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 100 ലക്ഷം കോടി എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളരെയധികം അനിശ്ചിതത്വം നിറഞ്ഞ മാർക്കറ്റിൽ ഈ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് പെരുമാറിയതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മെച്യൂരിറ്റി, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഡിപ്പ് സമയത്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ അവർ നേടിയതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇൻഫ്ലോ എന്ന് മനസ്സിലാക്കാം. ഇതുകൂടാതെ സിപ്പ് ഇൻവെസ്റ്റ്മെന്റിലും ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചിരിക്കുകയാണ്. 28,464 കോടിയുടെ സിപ്പ് ഇൻഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ മാസം അപേക്ഷിച്ച്
വളരെ കൂടുതലാണെന്ന് കാണാം. അതുപോലെ 68 ലക്ഷത്തോളം പുതിയ സിപ്പ് രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. 43 ലക്ഷത്തിൻ്റെ ക്ലോസിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ രജിസ്ട്രേഷനാണ് കൂടുതലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണുന്നത് ഫെബ്രുവരി 13 അവതരിപ്പിച്ച ആദായനികുതി ബില്ല് അത് കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ബിൽ പിൻവലിച്ചതിന് പിന്നാലെ സെലക്ട് കമ്മിറ്റി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പുതുക്കിയ ബില്ല് പുറത്തിറക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ബൈജയന്ത് പാണ്ഡെ അധ്യക്ഷനായിട്ടുള്ള ആ ലോക്സഭാ സെലക്ട് കമ്മിറ്റിയാണ് 285ഓളം പുതിയ നിർദ്ദേശങ്ങൾ വെച്ചത്. ആ എല്ലാ ശുപാർശകളും ഉൾപ്പെടുന്ന ബില്ലാണ് പുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് ലളിതവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ഭാഷ മൊത്തത്തിൽ ഈ ഒരു ഇൻകം ടാക്സിൻ്റെ ഡോക്യുമെൻറ്റിലൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം, അസസ്മെൻറ്റ് വർഷം എന്നിങ്ങനെ പറയുന്ന ഇരട്ട വർഷമായിരുന്നു മുമ്പ് പിന്തുടരുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ ഇത് ഒഴിവാക്കിയിട്ട് നികുതി വർഷം അല്ലെങ്കിൽ ടാക്സ് ഇയർ എന്ന് മാത്രമാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകി റിട്ടേൺ സമർപ്പിച്ചാലും നികുതി റീഫണ്ട് അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന രീതിയിലാണ് പുതിയ ബില്ല്. റിട്ടേൺ വൈകിച്ചു എന്നതിൻ്റെ പേരിൽ റീഫണ്ട് തടയപ്പെടില്ല. അതുപോലെ തന്നെ ഇന്റർ കോർപ്പറേറ്റ് ഡിവിഡൻഡ് അതിൻ്റെ നടപടികൾ കൂടുതൽ ലളിതമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നികുതി ബാധ്യതയില്ലാത്തവർക്ക് നിൽ TDS സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനുള്ള ആ ഒരു കാലതാമസം ഇനി ഉണ്ടാവില്ല എന്നും ഉറപ്പു നൽകുന്നുണ്ട്. അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഭവനങ്ങളുടെ നികുതി ബാധ്യത ഒഴിവാക്കുമെന്നും ഭവന പദ്ധതികളിൽ നിന്നുള്ള വരുമാനത്തിന്മേലുള്ള നികുതിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, പലിശ ഡിഡക്ഷനൊക്കെ അനുവദിക്കുമെന്നുള്ള മാറ്റങ്ങൾ നമുക്കാണ്. എന്നാൽ മേജറായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ടാക്സ് സ്ലാബുകളിലോ അതുപോലെ 12 ലക്ഷം വരെയുള്ള നികുതിദായർ ഫ്രീ ആവുന്നത്, അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട ചേഞ്ചസും നമുക്ക് പുതിയ ബില്ലിലില്ല എന്ന് മനസ്സിലാക്കാം. ഇന്ന് വലിയ ഫോള് കടന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് PG ഇലക്ട്രോപ്ലാസ്റ്റ് ആണ്. ഇതൊരു ലീഡിംഗ് ഡൈവേഴ്സിഫൈഡ് ഇന്ത്യൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലുള്ള കമ്പനിയാണ്. 50ലധികം ലീഡിംഗ് ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ ബ്രാൻഡുകൾക്ക് ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറിങ്ങും ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനി നല്ല തോതിലുള്ള റാലി നടന്ന ഒരു കമ്പനിയായിരുന്നു. മൾട്ടി ബാഗർ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയ ഈ സ്റ്റോക്കിലാണ് വലിയൊരു ക്രാഷ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 13% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റിൽ 20% ഡ്രോപ്പാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 21% ഡ്രോപ്പാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 53% ഡ്രോപ്പാണ്. ഇത് കൂടാതെ കമ്പനി മാനേജ്മെൻറ്റ് അവരുടെ ഗൈഡൻസ് കുറച്ചതും ഒരു ആഘാതമായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാം. 30% ഗ്രോത്ത് ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു ഫോർകാസ്റ്റ് 18%ത്തിലേക്കാണ് അവർ ചുരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇൻവെൻട്രി ഡേയ്സ് വർദ്ധിച്ചതും ധാരാളം ഇവരുടെ സ്റ്റോക്കുകൾ കെട്ടിക്കിടന്നതുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗൈഡൻസ് കുറക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഗൈഡൻസ് അവർ 23% എന്ന രീതിയിൽ ഇയർ ഓൺ ഇയർ കട്ടിങ് ചെയ്തിരിക്കുകയാണ്. ഇത് കൂടാതെ ഇവർ ബ്ലോക്ക് ഡീലിലൂടെ ഏകദേശം 406 കോടിയോളം ഷെയറുകൾ ഇവർ കൈമാറിയതായിട്ട് എക്സ്ചേഞ്ച് ഫയലുകളിൽ കാണാം. ആ കൈമാറിയ ഷെയറുകളുടെ പ്രൈസ് 501 രൂപയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൻ്റെ വില 501 രൂപയാണെന്ന് ഇൻവെസ്റ്റേഴ്സ് കണ്ടെത്തി കഴിഞ്ഞു. കാരണം പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റോക്കിന് നൽകിയ വില 501 ആണെങ്കിൽ മാർക്കറ്റ് ഓവർ വാല്യൂഡായിട്ട് വില നൽകിയതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈസ് 501 കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ കമ്പനി അവരുടെ കാപ്പെക്സ് പ്ലാന് മുമ്പ് പ്രഖ്യാപിച്ചതിൽ നിന്നും അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ നൊവാമ പോലെയുള്ള ബ്രോക്കറേജ് ഏജൻസികൾ അവരുടെ ടാർഗറ്റ് കുറച്ചതായിട്ട് കാണാം. 1100 അവർ മുമ്പ് പ്രഖ്യാപിച്ച ടാർഗറ്റ് ഇപ്പോൾ 710 അവർ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ പോലും കമ്പനി മാനേജ്മെൻറ്റ് ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഗൈഡൻസ് കുറച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിയറസ്റ്റ് സപ്പോർട്ട് കാണുന്നത് ഈ ഒരു 500 ലെവലിലാണ്. അതുപോലെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നത് 690, 727 എന്ന ലെവലിലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ഇപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുമോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നോക്കേണ്ടതുണ്ട്. ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു മൂവ് നടത്തിയ സ്റ്റോക്കാണ് HBL എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന HBL പവർ ബാറ്ററി നിർമ്മാതാക്കളായിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 15% ഗ്രോത്തും പ്രോഫിറ്റിൽ 81% ഒരു മാസീവ് ഗ്രോത്തുമാണ് കാണുന്നത്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 26% സെയിൽസ് ജമ്പും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 220% ഒരു ജമ്പും കാണാം. അപ്പോൾ ഈ ഒരു ജമ്പിന് കാരണമായിട്ടുള്ളത് അവരുടെ ഇലക്ട്രോണിക്സ് ഡിവിഷനാണ്. അല്ലാതെ ബാറ്ററി ഡിവിഷനിൽ വലിയ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഡിഫൻസ്, റെയിൽവേ പോലെയുള്ള ഗവൺമെൻറ് സെക്ടറിൽ ഇവർക്ക് കിട്ടിയ ഓർഡറുകളാണ് ഈ രീതിയിലുള്ള ഒരു ജമ്പിന് കാരണമായത്. അതുകൊണ്ട് തന്നെ പല അനലിസ്റ്റുകളും ഇതിന് ബൈ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ 28% ഒരു അപ്സൈഡ് മൂവ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവുമെന്നും പല അനലിസ്റ്റുകളും സൂചിപ്പിച്ചതായിട്ടും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.